എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്നൊരു ചെറിയ ബിരിയാണീൻ്റെ റിവ്യൂ പറയാൻ പോവുകയാണ്. 2-3 ദിവസമായിട്ട് പനിയും ജലദോഷമൊക്കെ പിടിച്ച് ഞാൻ സ്കൂളിൽ പോലും പോയില്ല. അപ്പോൾ പനിയും ജലദോഷമൊക്കെ ഇത്തിരി മാറിയതിന് ശേഷം വായിക്ക് രുചി വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു ബിരിയാണി കഴിക്കാൻ വന്നേക്കാണ്. നമ്മൾ കണാരനിലാണ് വന്നിരിക്കുന്നത്. കണാരൻസ് പുട്ട് കട. നമ്മൾ മുന്നേ പാരിപ്പള്ളിയിൽ പോയി കഴിക്കുമായിരുന്നു. അവിടെ മാറ്റി അവർ വേറെ എവിടേക്ക് ആക്കി. കാരണം അവിടെ റോഡ് പണി നടക്കുന്ന കാരണം അവർ മാറ്റി ഇപ്പം ഇവിടെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓണത്തിന് മുന്നേ ഞാൻ 2 തവണയൊക്കെ ഇവിടെ വന്നപ്പോഴേക്കും അടച്ചിട്ടേക്കായിരുന്നു. കാരണം ഇവിടെ പണി അടക്കായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി കഴിക്കാനായിട്ട് രാത്രിയാണ് വന്നേക്കുന്നത്. പാരിപ്പള്ളി മടത്തറ റൂട്ടിൽ എവിടെയാണ് രാത്രി ബിരിയാണി കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ? അതിൻ്റെ അവകാശമൊക്കെ എനിക്കല്ലേ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരേണ്ട. 130 രൂപയുടെ ബിരിയാണിയാണ്. ഒരു രക്ഷയില്ലാത്ത ക്വാണ്ടിറ്റിയാണ് കൂട്ടുകാർ. ഒരു ബിരിയാണി 2 പേർക്ക് കഴിക്കാം. അപ്പം നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ എന്തിനാണ് അതിൻ്റെ അകത്ത് തപ്പുന്നത്. എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ ലെഗ് പീസാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തോ എനിക്ക് ഇപ്രാവശ്യം ലെഗ് പീസ് കിട്ടിയില്ല. അതിൻ്റെ പ്രശ്നമാണ് ഈ മുഖത്ത് കാണുന്നത്. മുട്ട, പപ്പടം, സലാഡ്, അച്ചാർ, 3 പീസ് ചിക്കൻ. പിന്നെ ചോറാണെങ്കിൽ നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട്. അവർ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് വൃത്തികേടാക്കിയിട്ടില്ല. നല്ല ദം ചെയ്തെടുത്ത ബിരിയാണിയാണ്. ലെഗ് പീസ് കിട്ടിയില്ല എന്നുള്ള ഒരു ഒറ്റ സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പാട്ടൊക്കെ കേട്ട് നല്ല സുഖമായിട്ട് ശാന്തമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയൊരു കടയാണിത്. അപ്പോൾ ഇതുവരെ കൂടെ പോവുകയാണെങ്കിൽ ഒന്ന് ഈ പാരിപ്പള്ളി മടത്തറ റോട്ടിൽ ഈ ഒരു കട മാത്രമാണെന്ന് തോന്നുന്നു ഈ രാത്രി ബിരിയാണി കിട്ടുന്ന. പാരിപ്പള്ളി പരവൂർ റോട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു സ്പോട്ട്. ചോറും ചിക്കൻ കറിയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് തരുന്ന ചില കടകളിൽ പോയി ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരത്തില്ല. കാരണം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ദം ചെയ്തെടുത്ത ബിരിയാണിയാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നവർ ഈ ബിരിയാണിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദം ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാവർക്കും ദം ചെയ്തെടുത്തതാണ് ഇഷ്ടം. മറ്റതില്ലേ നെയ്ച്ചോറ് ചിക്കൻ കറി പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.